ആ ഫാസിൽ വന്നാ കനകനാടെ വന്നാ ഓ ഇനി റെഡി ആയില്ല അല്ലെങ്കിൽ തന്നെ നേരം വൈകി മാമ. അതല്ല ഒരു പ്രശ്നമുണ്ട് ഇങ്ങോട്ട് വാ. പ്രശ്നം ചൂടുവെള്ളം എടുക്കട്ടെ? എന്ത് പറ്റി? എടാ ഒന്നും പറയണ്ട. ഇന്നലെ സന്ധ്യ ആകുമ്പോ തുടങ്ങിയ പനിയാ. രാത്രി 12 മണി വരെ ഇങ്ങനെ കിടുകിടുക്കിടാന്ന് വർക്കായിരുന്നു. പറഞ്ഞ പോലെ നല്ല പനിയുണ്ടല്ലോ. എന്താ ചെയ്യും? അല്ല എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇട്ട് കളിപ്പിക്കുക? ആശുപത്രി കൊണ്ടുപോകണമെന്നേ. മരുന്ന് കൊടുത്തിപ്പോ ആര് കൊടുത്ത്? മരുന്ന് ആശുപത്രി കാണിച്ചിട്ടാണോ? എടാ അത് അങ്ങനെ പേടിക്കാല്ല, ഇത് വൈറസ് പനിയാണ്. ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ മാറും. എന്റെ മാമ നിങ്ങൾ എന്ത് പൊട്ടത്തരാ പറയണത്? ഇപ്പൊ ഈ പ്രളയമൊക്കെ കഴിഞ്ഞിട്ടേ പലവിധം പനിയാണ് പടർന്ന് പന്തലിക്കണത്. അറിയാം നിങ്ങൾക്ക്? ഞങ്ങൾ ഈ ചളിവെള്ളത്തിലൊക്കെ ചവിട്ടി കറണ്ട് കൊടുക്കാൻ പോണതല്ലേ. അപ്പൊ എന്തൊക്കെ പനിയാന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയോ? എടാ ഡോക്ടർമാരനെ പറഞ്ഞിട്ടുണ്ട് 2 ദിവസം ഏത് പനി വന്നാലും കാക്കണം. എന്നിട്ട് മാറിയില്ലെങ്കിലാണ് അത് മറ്റൊരു രോഗത്തിന്റെ ലക്ഷണം. അത് പനി വരുമ്പോഴേക്കും ഓടല്ല, ഒരാഴ്ച റെസ്റ്റ് എടുത്താൽ മതി, മാറും. എന്തായാലും എനിക്ക് തോന്നില്ല അങ്ങനെ സിമ്പിൾ പനിയാന്നുള്ളത്. നോക്കാം, 2 ദിവസം കഴിയട്ടെ. നല്ല പനി ഉണ്ടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യട്ടെ, റെസ്റ്റ് എടുക്കണം കേട്ടോ. ആണുങ്ങൊന്നും വേണ്ട. അവൻ എന്താ കുടിക്കാൻ കൊടുത്തത്? കഞ്ഞി കുടിച്ചിട്ട് കിടക്കുവാ. കഞ്ഞി കൊടുത്താൽ മതി, ചോറൊന്നും കൊടുക്കണ്ട. കുഴപ്പമില്ലല്ലോ അല്ലേ? നല്ല ചൂടുണ്ട് നീ. എന്നാലേ ഞാൻ പോയി തരാം. ശരി ശരി, ഞാൻ വൈകുന്നേരം വരാം കേട്ടോ. അല്ല ഇപ്പൊ വേറൊരു സംഭവം ഉണ്ടല്ലോ. നിരാഹാരം കിടക്കാന്ന് പറഞ്ഞൊരു സമരല്ലേ ഇന്ന്? അയ്യോ അവനല്ലേ? ഇന്നാണല്ലോ സമരല്ലേ? ഏട്ടന്റെ ഈ അവസ്ഥയിലൊന്നും പോകാൻ പറ്റത്തില്ല. അതങ്ങനെ അതൊന്നും പറ്റില്ല, ഒരാഴ്ച റെസ്റ്റ് എടുക്കണം. അപ്പൊ അത് പൊളിഞ്ഞല്ലോ. എങ്ങനെ പൊളിയണ്? ഒരാൾ മാത്രമല്ലോ, നിങ്ങളുടെ യൂണിയനിൽ ഒരുപാട് പേരില്ലേ? മാമ നിങ്ങൾ എന്താ പറഞ്ഞേ? നിരാഹാരം കിടക്കാന്ന് ഇവൻ വലിയ മനസാന്നിധ്യത്തോടെ ഏറ്റെടുത്താ ഞാൻ ചെയ്തോളാന്ന്. ഓ അങ്ങനെ കിടക്കുമ്പോ പിന്നെ എങ്ങനെയാ അത് നടക്കുക? എടാ ഈ മനോധൈര്യം ഉള്ളവരെയാണ് ഇത് ഏറ്റെടുക്കുന്നത്. ഈ നിരാഹാരം കിടക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് ഒരു ദിവസം കിടന്നാൽ മതിയാവില്ല, ചിലപ്പോ ഒരാഴ്ച കിടക്കേണ്ടി വരും, ചിലപ്പോ ഒരു കൊല്ലം കിടക്കേണ്ടി വരും. വെച്ചങ്ങ എത്ര കാലം ആ ശ്രീജിത്തിന്റെ ഏട്ടൻ കിടക്കണു. അപ്പൊ അങ്ങനെ കടന്നിട്ടായാലും സഹപ്രവർത്തനം വേണ്ടിയിട്ട് കാര്യം നേടുന്നവരെ സമരം ചെയ്യണം. മാമ മനസാന്നിധ്യത്തോടെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ ഇവനാ പനിച്ചു കിടക്കണത്. പിന്നെ ഇപ്പൊ അങ്ങനെ ചെയ്യൂ? ഇനി നീ ചെയ്യണം. ഞാനോ? മനസാന്നിധ്യം ഇല്ല മാമ.